കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക് പരീക്ഷ ഞായറാഴ്ച നടന്നു. അപ്പോൾ 56,000 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച പരീക്ഷയെ സംബന്ധിച്ച അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയിൽ പരീക്ഷ കഴിഞ്ഞ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിലൂടെ വിളിക്കുകയുണ്ടായി. പലർക്കും പരീക്ഷ പൊതുവെ പ്രയാസമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് ഒരു അഭിപ്രായം എല്ലാവരും പറഞ്ഞു. അപ്പോൾ പൊതുവെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു ചോദ്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചോദ്യങ്ങളിലൊക്കെ തന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ പരീക്ഷയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അത് പ്രസ്തുത ചോദ്യങ്ങളെ സംബന്ധിച്ച് ചലഞ്ച് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. അത് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവർക്ക് പരീക്ഷയിലെ ചോദ്യങ്ങളിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നുള്ളത് ഓരോ ഉദ്യോഗാർത്ഥികളെയും വളരെയധികം ആശങ്കയിൽ ആഴ്ത്തുന്ന ഒന്നാണ്. കാരണം കട്ട് ഓഫ് മാർക്ക് കുറയുകയാണെങ്കിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരുമെന്നൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളെ സംബന്ധിച്ച് ഒരു ഐഡിയ പറയുകയും അപ്പോൾ അതനുസരിച്ച് നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് എല്ലാവരുടെ അഭിപ്രായത്തിൽ നിന്നൊരു എത്ര രൂപ വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടിലൊക്കെ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന ഉദ്യോഗാർത്ഥികളോട് ചോദിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അതിന്റെ ഉത്തരം അറിയില്ലെന്ന് വേണം കരുതാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വം ക്ലർക്ക് തസ്തികയിലെ ഞായറാഴ്ച നടന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ എഴുത്തു പരീക്ഷയിൽ ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താണ് ചോദ്യം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്ന് അത് ഉദ്യോഗാർത്ഥികളോട് ചോദിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചോദ്യത്തിന് പക്ഷെ ഇത്തരത്തില് പ്രസിഡന്റിന്റെ ആ ചോദ്യത്തിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ചോദ്യത്തിനകത്ത് പ്രസിഡന്റ് പേര് ഉണ്ടായിരുന്നില്ല. 4 പേരുടെ പേരുണ്ടായിരുന്നു. അത് 98ാമത്തെ ചോദ്യമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്നായിരുന്നു. ഉത്തരമായി 4 പേരുടെ പേര് നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും നിലവിലെ പ്രസിഡന്റായ ആരായിരുന്നു നിലവിലത്തെ പ്രസിഡന്റ്? PS പ്രശാന്തിന്റെ പേര് അതിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പാഠകത്തിന് അടിസ്ഥാനമായി കരുതുന്ന കലാരൂപം എന്ന 99ാമത്തെ ചോദ്യത്തിലും വ്യക്തത കുറവുണ്ട്. അതുപോലെ തന്നെ കഥകളി, ഭരതനാട്യം, ചാക്യാർകൂത്ത്, പാവകളി എന്നിവയാണ് ഉത്തരമായി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാഠകം ഹരികഥയുടെ മറ്റൊരു രൂപമാണെന്നും പ്രചാരം. അതേസമയം ആക്ഷേപഹാസ്യത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ ചാക്യാർകൂത്ത് ഉത്തരമായി കരുതാമെന്ന് ഈ രംഗത്തെ പണ്ഡിതരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ തന്നെ ഓരോ ചോദ്യത്തിലും കാണാൻ സാധിച്ചു. ചില ചോദ്യങ്ങൾക്ക് തന്നെ ഉത്തരങ്ങളില്ലാതെയുള്ള ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉദ്യോഗാർത്ഥികളെ ആശങ്കയിൽ നിർത്തുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ദേവസ്വം ബോർഡ് LD ക്ലർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും എത്ര വരും എന്നതിനെ കുറിച്ച് ആശങ്കയിലാണ്. ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നും 50നും 53നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത എന്നുള്ളതാണ് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളും അവരവർക്ക് ലഭിച്ച മാർക്കിനെ സംബന്ധിച്ച് വിശദമായ അവലോകനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ അവർ പറയുകയുണ്ടായി. അങ്ങനെ ഫോണിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 50നും 53നും ഇടയ്ക്കൊക്കെ ആയിട്ട് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ മാർക്കുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ച ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞ 50നും 53നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. പിന്നെ എത്ര പേരുടെ ലിസ്റ്റാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത
ഏറെയാണ്. അപ്പോൾ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ ചോദ്യങ്ങളിലുണ്ടായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം അനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ തെറ്റുകളുള്ള ചോദ്യങ്ങൾക്ക് ചലഞ്ച് ചെയ്താൽ പ്രസ്തുത ചോദ്യങ്ങളെല്ലാം തന്നെ അത് അന്വേഷണ വിധേയമായി തന്നെ ഡിലീഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള ചോദ്യങ്ങളെ തെറ്റുണ്ടെങ്കിൽ അതിന് ചലഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.